പഞ്ചായത്ത് പ്രസിഡന്റ് കാലാവധി സംബന്ധിച്ച് പാർട്ടി തീരുമാനം അംഗീകരിക്കാത്തതിന്റെ പേരിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിനെ കോൺഗ്രസ് നേതൃത്വം സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി കെ മുഹമ്മദ്. ഇതുവരെയില്ലാത്ത പുതിയ കീഴ്വഴക്കമാണ് ആനക്കര പഞ്ചായത്തിലേത്. പ്രസിഡന്റ് കാലാവധി സംബന്ധിച്ചുള്ള കോൺഗ്രസ് കരാർ വ്യാജമാണെന്നും കെ മുഹമ്മദ് NCV ന്യൂസിനോട് പ്രതികരിച്ചു. ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാലാവധി സംബന്ധിച്ചുള്ള തൃത്താല നിയോജക മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റി കരാർ വ്യാജമാണ്. ഒരു കരാറിലും താൻ ഒപ്പുവെച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അത് പാർട്ടി പുറത്തുവിടണം. ഭരണസമിതിയിലെ തന്നെ ചില തൽപര കക്ഷികളുടെ നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമം തടഞ്ഞതിലുണ്ടായ വിരോധമാണ് ഇതിന് പിന്നിലെന്നും കെ മുഹമ്മദ് പ്രതികരിച്ചു. എനിക്ക് ഇതിപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ നിമിഷം വരെ പുറത്താക്കിയ ഒരു കത്ത് ഔദ്യോഗികമായിട്ട് എനിക്ക് ലഭിച്ചിട്ടില്ല. മാത്രമല്ല എങ്കിലും ഞാൻ മാധ്യമങ്ങളിൽ നിന്നും മറ്റും വസ്തുതകൾ അറിഞ്ഞതുകൊണ്ട് നിങ്ങളോട് ഈ അഭിപ്രായം പങ്കുവെക്കുന്നു എന്നേ അറിയുള്ളൂ. എന്നെ സംബന്ധിച്ച് പാർട്ടിയിൽ ഇല്ലാത്തൊരു കരാറിന്റെ പേരിൽ, വ്യാജ കരാറിന്റെ പേരിൽ എനിക്കെതിരെ നടപടി സ്വീകരിച്ചതിന്റെ താല്പര്യം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് നടപടി എടുത്ത ആളുകളാണ്. എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഞാൻ അങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടിട്ടില്ല. അങ്ങനെ ഒരു കരാറ് നമ്മളൊക്കെ നാട്ടിൽ കേട്ടിട്ടുള്ളത്, ഒരു കരാർ എഴുതുമ്പോൾ ആ എഗ്രിമെന്റിൽ കക്ഷി ഒപ്പിടുക എന്നതാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഞാൻ ഒപ്പിട്ടിട്ടില്ല. എവിടെയെങ്കിലും കെ മുഹമ്മദ് എന്ന് പറയുന്ന ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാ. ആനക്കരയിൽ UDF ഭരണസമിതി മുൻപും അധികാരത്തിൽ വന്നിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പുതിയ കീഴ്വഴക്കമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതെന്നും മുഹമ്മദ് കൂട്ടിച്ചേർത്തു. ഇവിടെ ആനക്കര പഞ്ചായത്തിൽ UDFന്റെ ഭരണസമിതി ആദ്യമായിട്ടല്ല അധികാരത്തിൽ വരുന്നത്. ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം ആനക്കര പഞ്ചായത്തിൽ UDF ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഒന്നും 5 വർഷം പൂർത്തീകരിക്കാതെ ഒരു പ്രസിഡന്റിനെയും മാറ്റുന്ന സമീപനം ആനക്കര പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 50 വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരിചയമുള്ള എന്നെ മാറ്റി വളരെ ചുരുങ്ങിയ കാലം മാത്രം പുതിയ ഒരു പ്രസിഡന്റ് വരണം എന്ന് പറയുമ്പോൾ അവർക്കും അധികാരമോഹത്തിന്റെ ഭാഗം തന്നെയല്ലേ. 5 വർഷത്തേക്ക് താൻ തന്നെ പ്രസിഡന്റായി തുടരുമെന്നും മുഹമ്മദ് പ്രതികരിച്ചു. ആദ്യത്തെ 40 മാസക്കാലം ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കെ മുഹമ്മദിനെയും പിന്നീടുള്ള കാലയളവിലേക്ക് ടി സാലിഹിനെയുമാണ് പാർട്ടി നേതൃത്വം പ്രസിഡന്റായി തീരുമാനിച്ചത്. കാലാവധി പിന്നിട്ടതോടെ രേഖാമൂലം കത്ത് നൽകിയിട്ടും സ്ഥാനം ഒഴിയാതെ വന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം കെ മുഹമ്മദിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തത്. എന്നാൽ രേഖാമൂലം അത്തരത്തിലൊരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് മുഹമ്മദിന്റെ മറുപടി. NCV ന്യൂസ് തൃത്താല. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.